കഷ്ണം എടുത്ത് ഇവിടെ അത് പണ്ടുള്ള രാജാക്കന്മാരുണ്ടല്ലോ, അവർ സ്വർണം ഈ ചേനയുടെ രൂപത്തിൽ കുഴവിയുടെ രൂപത്തിൽ ഒക്കെ എടുത്ത് തുരന്നിടും. അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് അവിടെ ഭൂമിക്കകത്ത് തുരന്നിടുന്നതാണ് ഈ നിധിന്ന് പിന്നുള്ളവർ കിളച്ച് ചിലപ്പോൾ കിട്ടുന്നതാണ്. അതാണ് നിധി. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കിട്ടും, പിന്നെ ഈശ്വരൻ്റെ അനുഗ്രഹം വേണം നമുക്ക്, എന്നാലേ നമുക്കത് കിട്ടത്തുള്ളൂ. അത് കിട്ടാനുള്ള യോഗ ഈശ്വരൻ കൽപ്പിക്കണം, എന്നാൽ നിനക്ക് കിട്ടിയിരിക്കും. നിധി കണ്ട നമ്മൾ അശുദ്ധമാക്കണം. അത് നമ്മളത് തുപ്പുവോ മൂത്രം ഒഴിക്കുകയോ ചെയ്യണം, അന്നേരം നമുക്ക് പോയി എടുക്കാം. എൻ്റെ പൊന്നമ്മ ചിറക്കാൻ രാത്രി കിടന്ന് പേടിക്കും. ഒന്ന് എഴുന്നേറ്റ് പോവോ, ചുമ്മാ ഇല്ലാത്ത കാര്യം പറഞ്ഞെങ്കിൽ ധരിപ്പിക്കുക ചിറക്കനെ. മോനെ, നീ എഴുന്നേറ്റ് പോ, നിന്നോട് പറഞ്ഞിട്ട് വരവില്ല. നീ എന്ത് കാര്യം പറഞ്ഞാലും നീ വിശ്വസിക്കത്തില്ല, അല്ലയോ? അങ്ങനല്ല, ഈ പറഞ്ഞതുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്, പണ്ട് നടന്നിട്ടുള്ള സംഭവങ്ങളാണ്. തുപ്പുകയും ചെയ്ത് മൂത്രം വയ്ക്കുകയും ചെയ്തു. എന്നാ പിന്നെ തൂറി കൂടെ വെച്ചോളൂ. ഒന്ന് എഴുന്നേറ്റ് പോകാൻ മുമ്പ് പോടാ. ചേന, അമ്മൂമ്മ സ്വർണ്ണച്ചേന, സ്വർണ്ണച്ചേന. നീതുവേ, നീതു, ചേന, അമ്മൂമ്മ പറഞ്ഞ സത്യമായിരുന്നു, സ്വർണ്ണച്ചേന. നീതു ബാക്കി ചീരവളിങ്ങ് പറിച്ചോണ്ട് പറഞ്ഞേ. നീതുവേ, നീതു, ചേന, അമ്മൂമ്മ പറഞ്ഞ സ്വർണ്ണച്ചേന. അമ്മേ, എന്തോ വന്നമ്മേ വരുവാ. എന്തുവാ, എന്തിനാ വിളിച്ചേ? ഞാൻ സ്വപ്നം കണ്ട്. എന്തുവാ? ഒരു സ്വർണ്ണച്ചേന നമുക്ക് കിട്ടുന്നു, വലിയൊരു സ്വർണ്ണച്ചേന. സ്വർണ്ണച്ചേനയോ? എവിടുന്ന്? ഞാൻ ഇങ്ങനെ മണ്ണിൽ നിന്ന് പറിച്ചെടുക്കുന്ന പോലെ സ്വപ്നം കണ്ടേ. എന്റെ ഗുരുവായൂരപ്പ. കൈലാസേ, എന്തോ ഒന്നേ ശൂല ഞോട്ടെടുത്തോണ്ട് വന്നേ. അയ്യോ അമ്മേ, അമ്മേ അച്ഛനത് എവിടുന്നാ കിട്ടിയേ? ഇതൊക്കെ പറ കൈലാസേ, ആരേലും കേട്ടാലുണ്ടല്ലോ, ആരോടും പറഞ്ഞു കിടക്കരുത്. പറഞ്ഞേട്ടോ, ചേട്ടനോടും പറയരുത്, ചേട്ടൻ്റെ മനസ്സിലൊന്നും നിൽക്കത്തില്ലത്, കേട്ടോ? എന്തുവാ എന്നെ തീരുമാനം? എന്തുവാ അതിവിടെ ഇരിക്കുന്നതോറും സമാധാനം കേട്ടോ. എടീ, എന്തിനാണ് നീ ഇങ്ങനെയാണെന്ന് പേടിക്കുന്നത്? നിന്റെ വർക്ക് കേട്ടതൊന്നുമല്ല, ഞാൻ ആരുടെ മോടിച്ചുകൊണ്ട് വന്നതാണ്. എൻ്റെ മുന്നേ നീതു അത് ഗുരുവായൂരപ്പൻ തന്നതാണ്. എനിക്കറിയാം അത് വേണ്ട പോലെ കൈകാര്യം ചെയ്യാം, ഞാനത് വേണ്ട പോലെ കൈകാര്യം ചെയ്തോളാം. ഇത് നിന്റെ വർക്ക് കേട്ടതൊന്നും എനിക്ക് മാത്രമേ ഇത് ആദ്യമായിട്ട് കിട്ടിയെന്ന്. ഈ പണ്ട് ഇങ്ങനെ എത്രയോ പേർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അറിയാമോ? അവരെല്ലാം രക്ഷപ്പെട്ടു. നമുക്ക് രക്ഷപ്പെടാൻ ഗുരുവായൂരപ്പൻ കാണിച്ചെന്നൊരു മാർഗ്ഗമാണ്. നൗഷാദൻ എന്താ പറഞ്ഞേ? എടീ, നൗഷാദിനെ ഞാൻ അന്നേരം തന്നെ വിളിച്ച് പറഞ്ഞു. നൗഷാദ് വേണ്ട പോലെ കാര്യങ്ങൾ ചെയ്തോളൂ. നിന്റെ മനസ്സിലായിട്ടൊന്നുമല്ല, ഇത് അത് ആദ്യമായിട്ട് എനിക്കാണ് കിട്ടുന്നതെന്ന് എനിക്കറിയാം. അവൻ വേണ്ട പോലെ കൈകാര്യം ചെയ്തോളൂ. അവനത് തൃശ്ശൂരുകാരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നീ നിന്റെ മൂത്ത മോനും കൂടെ ഇത് നാട്ടുകാരെ മുഴുവൻ അറിയിക്കാതിരുന്നാൽ മതി.
കിട്ടിയ ഉരുപ്പടി ഏതട്ടാനെ കൊണ്ടാ ഇവിടേക്ക് ഉരുപ്പടിയൊക്കെ വെച്ചേക്കുന്നത്. ഇപ്പൊ പോലെ സാറേ, മക്കൾ ട്യൂഷന് പോയിട്ട് വന്നില്ല. അവരൊന്ന് വന്നിട്ട്. മക്കള് ട്യൂഷന് പോയിട്ട് ഇനി വന്നു. അവരോട് നാട്ടുകാർ പറഞ്ഞു അച്ഛനെ ആരും ഉണ്ട്. ഇപ്പൊ വേണമെങ്കിൽ ഒരു ഷർട്ട് എടുത്തു. വാ, നമുക്ക് പോവാം. വേഗം വാ.